ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിലുള്ള പയാന വിൻറ്റേജ് കാർ മ്യൂസിയമാണ്. ഈ കാർ മ്യൂസിയത്തിൻ്റെ കെട്ടിടം ഒരു ടയറിൻ്റെ ആകൃതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നൂറുകണക്കിന് വിൻറ്റേജ് കാറുകളും മറ്റു വാഹനങ്ങളും ഉണ്ട്. ഇപ്പം നമ്മൾ കാണുന്നത് ഈ മ്യൂസിയത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ലേഔട്ടാണ്. ഇതൊരു പ്രൈവറ്റ് മ്യൂസിയമാണ്. ഇത് ഡോക്ടർ ഡി വീരേന്ദ്ര ഹെഗ്ഡെ എന്നയാളുടെ ശേഖരത്തിലുള്ള കാറുകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് ഈ ടയറുകളുടെ എവല്യൂഷനാണ്. അതായത് ആദ്യകാലം മുതലുള്ള പല പല സ്റ്റേജുകളിലൂടെ ടയറുകൾ എങ്ങനെ ഇന്നത്തെ സ്റ്റേജിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് ഇപ്പം ഇവിടെയുള്ളത്. ഇപ്പം നമ്മൾ കാണുന്നത് വണ്ടികളുടെ പല പല പാർട്ടുകളാണ്. അതായത് എൻജിന്, ഗിയർ ബോക്സ്, പിസ്റ്റണ്, ചേസ്, അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന പല പല മോഡലുകളും നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പം പണ്ടുണ്ടായിരുന്ന ഒരു വണ്ടിയുടെ ചേസാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പം തന്നെ നമ്മൾ പുതിയൊരു കാലഘട്ടത്തിലേക്ക് എത്തിയ പോലെ തോന്നും. 1900 മുതലുള്ള കാറുകൾ ഇവിടെ ഉണ്ട്. ഓരോ വണ്ടിക്കും ഓരോരോ കാര്യങ്ങൾ പറയാനുണ്ട്. ധർമ്മസ്ഥലയിലെ ഡോ വീരേന്ദ്ര ഹെഗ്ഡെയുടെ ശേഖരത്തിലുള്ള അത്ഭുതങ്ങളാണ് നമ്മളിപ്പം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണുന്നത് പഴയകാലത്തുള്ള റിക്ഷ, അതേപോലെയുള്ള വണ്ടികളാണ്. അതായത് എൻജിൻ ഉപയോഗിച്ചല്ല, അല്ലാണ്ട് കുതിരയോ കാളയോ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഘടിപ്പിച്ച് ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടികളാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മളിവിടെ കാണുന്നത് എല്ലാം പഴയ കാലത്തുള്ള ആഡംബര വണ്ടികളാണ്. അതായത് പണ്ടത്തെ രാജാക്കന്മാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടികളാണ് ഇനിയിപ്പോൾ ഇവിടെ നമ്മളങ്ങോട്ട് കാണുന്നത്. ഇവിടെയുള്ള വണ്ടികളൊക്കെ വിൻറ്റേജ് കാറുകളാണെങ്കിലും നമ്മളിപ്പം നിലവിലുള്ള വണ്ടികളെക്കാട്ടിലും ലുക്ക് ആൻഡ് ഫീലിലും അതിൻ്റെ ആഡംബരത്തിലും എല്ലാം മുമ്പിൽ നിൽക്കും. കാരണം ഇപ്പോൾ ഉള്ള വണ്ടികളൊക്കെ ടെക്നിക്കലി വളരെ മുമ്പിലാണ് എങ്കിലും വിഷ്വലി നമ്മൾ കാഴ്ചയ്ക്ക് ഒരു ആഡംബരത്തിൻ്റെ ഒരു ലെവൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വണ്ടികളും ഇപ്പോൾ ഉള്ള വണ്ടികളെക്കാട്ടിലും 100 ഇരട്ടി കാഴ്ചയ്ക്ക് മുമ്പിൽ നിൽക്കും. ഓരോ വണ്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല. അത്രയും നമുക്ക് ആ വണ്ടിയോട് താല്പര്യം ഉണ്ടെങ്കിൽ ആ വണ്ടി ഒരിക്കൽ ഓടിച്ചു നോക്കണമെങ്കിൽ ഒരിക്കൽ യാത്ര ചെയ്യണമെന്നൊക്കെ നമുക്ക് തോന്നും. കാരണം അത്ര മനോഹരമായ വണ്ടികളാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ബൈക്കുകൾ, പല പല കാറ്റഗറിയിലുള്ള ബൈക്കുകളുണ്ട്, സൈക്കിളുകൾ, അങ്ങനെ ഒത്തിരി കാണാൻ പറ്റുന്ന ഐറ്റംസ് ഇവിടെ നമുക്കായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത, എല്ലാ വണ്ടികളും പുതിയ വണ്ടിയുടെ അതേ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിൻ്റെ എൻജിൻ്റെ കപ്പാസിറ്റീനെ പറ്റിയോ വർക്കിങ്ങിനെ പറ്റിയോ നമുക്കറിയത്തില്ല. പക്ഷേ വിഷ്വലി നമുക്ക് കാണുമ്പോൾ എല്ലാ വണ്ടിയും പുതിയ വണ്ടികളെക്കാട്ടിലും നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. എല്ലാ വണ്ടികളെ പറ്റിയുള്ള വിശദമായ ഡീറ്റെയിലുകൾ അതിന് മുമ്പിൽ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അത്രയും ഡീറ്റെയിൽ ഇവിടെ പറയാനുള്ള ഒരു സമയമില്ല. അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ വളരെ ലെങ്തി ആയിപ്പോവും. ഇപ്പം നമ്മൾ ഈ കാണുന്ന കാറുകളൊക്കെയാണ് ഇവിടെയുള്ള വളരെ ഒരു മനോഹരമായ കാറുകളാണ്. നമുക്കിപ്പം ഇന്ന് പോലും റോഡുകളിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാറുകൾ കാണാൻ പറ്റുമല്ല. ഇപ്പം നമ്മൾ കാണുന്നത് മുകളിലത്തെ നിലയിലെ വണ്ടികളാണ്. ഇത് ശരിക്കും 2 നിലയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ നില ഫുള്ള് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നടുക്കൊരു സ്പൈറൽ രീതിയിലുള്ളൊരു ഗോവണി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുവഴി നമുക്ക് താഴോട്ട് ഇറങ്ങാം. താഴെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ട്രക്കുകളും ഡിഫറെൻ്റ് കാറ്റഗറിയിലുള്ള വണ്ടികളാണ് അവിടെ ഉള്ളത്. മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാനുള്ള ഗോവണിയുടെ നേരെ മുകളിലായിട്ട് ഒരു പാരാഗ്ലൈഡറിൻ്റെ ഒരു സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ബാക്കിലൊരു ചെറിയ എൻജിനുണ്ട്. അപ്പം അത് അയാൾക്ക് തന്നെ കൺട്രോൾ ചെയ്ത് ദീർഘദൂരം പറത്താൻ പറ്റുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ താഴത്തെ ഫ്ലോറിൽ വലിയ ട്രക്കുകളും, അത് എനിക്ക് തോന്നുന്ന പണ്ട് മിലിറ്ററി ആവശ്യത്തിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ട്രക്കുകളാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള പല പല വലിയ വണ്ടികളുണ്ട്. ഹെവി വണ്ടികളാണുള്ളത്. ഇപ്പം നിലവിൽ നമുക്ക് റോഡിൽ ഒരിക്കലും കാണാൻ പറ്റാത്ത, എന്നാൽ പണ്ട് കാലത്തുണ്ടായിരുന്ന അന്നത്തെ കാലത്തെ പ്രതാപം നിറഞ്ഞ വണ്ടികളെല്ലാമാണ് ഇവിടെ ഉള്ളത്. ഇപ്പം ഇതൊക്കെ പട്ടാളത്തിൻ്റെ കവചിത വാഹനങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ഏരിയയിലുള്ളത്. ട്രക്കുകളും വാനുകളും അങ്ങനത്തെ ഉള്ള വണ്ടികളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വണ്ടികളും നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു വണ്ടിയും ഒരു പഴയ വണ്ടിയാണെന്ന് നമുക്ക് തോന്നുകയില്ല. അത്രയും നല്ല രീതിയിൽ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പഴയ പ്രീമിയർ മുതൽ ഇംപാല മുതൽ അന്നത്തെ കാലത്ത് റോഡ് അടക്കി ഭരിച്ചിരുന്ന എല്ലാ വണ്ടികളും ഉണ്ട്. അതുമാത്രമല്ല, ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ബെൻസ് കാറുകളുടെ ഒരു വലിയ ശേഖരമുണ്ട്. അത് എല്ലാം പഴയ മോഡലുകളാണ്. അതിനകത്ത് എസ് ക്ലാസ് വരെ ഇവിടെ നിലവിലുണ്ട്. നമുക്കിപ്പം വാഹനങ്ങളോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ എന്തായാലും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. കാരണം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ല രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്ര നല്ലൊരു കളക്ഷൻ ഇവിടെ ഉണ്ട്. കാരണം ഇവിടം വരെ വരുന്നത് ഒരിക്കലും നമുക്കൊരു നഷ്ടമാവുകയല്ല. നമ്മളിപ്പം കാണുന്ന ഈ വാന് ഫോക്സ്വാഗണിൻ്റെ ഒരു വാനാണ്. ഇത് നല്ല ഹെവിലി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡെക്കറേഷൻ്റെ ഒരു നല്ലൊരു ലുക്ക് ആൻഡ് ഫീൽ ഇതിനുണ്ട്. ഈ ഭാഗത്തായിട്ട് ചെറിയ കാറുകളാണ് ഉള്ളത്. ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പാർട്ടായിട്ട് തന്നെ ഒരു മ്യൂസിയവും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മ്യൂസിയത്തിൽ പഴയ കാലത്തെ ധാരാളം സാധനങ്ങളുണ്ട്. അത്ര വലിയൊരു മ്യൂസിയം ഒന്നുമല്ല, എന്നാൽ അത്യാവശ്യം വേണ്ട കോമൺ ആയിട്ടുള്ള
പഴയകാലത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ സെക്ഷനിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത് പണ്ട് കാലത്തെ അളവ് പാത്രങ്ങൾ, പിന്നെ നമ്മൾ തൈരൊക്കെ കടയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കടകോലെന്ന് പറയുന്ന സാധനം, പിന്നെ ഇത് കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ കപ്പിക്ക് പകരമുള്ള സാധനമാണ്. ഇത് നമ്മുടെ പഴയ അമ്പും വില്ലും അതിൻ്റെ വില്ലാണ്. ഇത് പിന്നെ ട്രെയിനിലെ സിഗ്നലിന് കൊടുക്കുന്ന സാധനമാണ്. ഇതെല്ലാം പഴയകാലത്തെ അളവ് പാത്രങ്ങളും അങ്ങനത്തെ സാധനങ്ങളാണ്. പിന്നെ ഇവിടെയുള്ള ഓരോരോ ഉപകരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് പഴയകാലത്തെ ഒരു ക്യാമറയാണ്. ഇതിനോടനുബന്ധിച്ച് തന്നെ പഴയകാലത്തെ ടൈപ്പ് റൈറ്ററുകൾ, അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ ടെലഗ്രാഫാണോ എന്തായാലും അത് പണ്ട് കാലത്ത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. അതേപോലെ പണ്ട് കാലത്തെ പ്രസ്സിൻ്റെ ഉപകരണങ്ങൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ പഴയ കാലത്തെ ക്യാമറകളാണ്. നമ്മൾ പല ഹെവി വെയിറ്റ് ക്യാമറകളാണ്. ഈ കാണുന്നതെല്ലാം പല രീതിയിലുള്ള ക്യാമറകളാണ്. പിന്നെ ഇവിടെ പണ്ട് കാലത്തെ താളിയോലകളുണ്ട്, ഗ്രാമഫോണ്, അങ്ങനെ ഇന്നത്തെ കാലത്തെ ആൾക്കാർ കണ്ടിട്ടില്ലാത്ത എന്നാൽ പണ്ട് കാലത്ത് വളരെ ഫേമസ് ആയിട്ടുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം പഴയ സാധനങ്ങളെ പറ്റി നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് വന്നു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലതാണ്. പിന്നെ പണ്ട് കാലത്തെ ക്യാമറകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട് ഇവിടെ. അതുമാത്രമല്ല, ഇത് സിനിമ പ്രദർശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പഴയ ഒരു പ്രൊജക്ടറാണ്. ഇത് നമ്മുടെ പ്രസ്സാണ്. പ്രസ്സിൻ്റെ പേപ്പർ നിരത്തി വെച്ചിട്ട് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്. അതേപോലെ തന്നെ പേപ്പർ കട്ട് ചെയ്യാനുള്ള സാധനമാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും അവസാനം ഇതൊക്കെ പഴയകാലത്തെ വാളുകളൊക്കെയാണ്. നമ്മുടെ ബോഫോഴ്സിൻ്റെ തോക്ക് പോലത്തെ ഒരു വലിയ തോക്ക് അവിടെ ഉണ്ട്. അത് നല്ല പുതിയ കണ്ടീഷനിൽ തന്നെയാണ് അവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു ഗണ്ണാണ്. എന്തായാലും മൈസൂർ ഒരു യാത്ര നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ മ്യൂസിയം ലിസ്റ്റിൽപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടം വരുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വാഹനങ്ങളോടുള്ള ഒരു താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തായാലും ഇതൊരു ബെനഫിഷ്യൽ പ്ലേസാണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.